അസ്സലാമലൈക്കും. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വറക്കാനുള്ള ഉണ്ടാക്കിയ വിഭവമായിട്ടാണ്. അതിന് ഇവിടെ ഞാൻ 2 ചെറിയ സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, മല്ലിച്ചപ്പ്, ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. സവാള നല്ലോണം ചെറുതാക്കിയിട്ട് കൊത്തി അരിഞ്ഞെടുക്കുക. ബാക്കിയുള്ള മല്ലിച്ചപ്പും ഇഞ്ചിയും പച്ചമുളകും കൊത്തി അരിയാണെങ്കിൽ അരിയുക, അല്ലെങ്കിൽ ചതച്ചിട്ട് ഇഞ്ചിയും പച്ചമുളകും ചതച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇഞ്ചിയും പച്ചമുളകും ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ ചെറിയതായിട്ട് കൊത്തി അരിയാണ്. ചതച്ചെടുക്കാം. പിന്നെ 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാണ്, അത് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുക. അട്ടല്ലാതെ ഉടച്ചെടുക്കണം. അത് ശരിക്ക് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്, നല്ലോണം വേവായിട്ടുണ്ട് ഉരുളക്കിഴങ്ങ്. ഇനി ഞാൻ ഇഞ്ചി പച്ചമുളക് 2 പച്ചമുളകും ഇഞ്ചി ചതച്ചതാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ബാക്കി ചെറുതായി കൊത്തി അരിഞ്ഞ സവാള, മല്ലിച്ചപ്പ്, കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ മസാല 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ കൂടുതൽ ഇട്ട് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റ്. ഇനി വല്ലാതെ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഒരു 4 ടീസ്പൂണ് റസ്ക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിൽ പിടിച്ചത് ശരിക്കും കാണുന്നില്ല. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളൊരു 5 മുട്ട എടുത്തിട്ടുണ്ട്. അതിങ്ങനെ പകുതിയാക്കിയിട്ട് മുറിച്ചെടുക്കുക. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. നല്ലോണം പച്ചമുളക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് തന്നെ ഒരു 4 പച്ചമുളക് വരെ ഇട്ട് കൊടുക്കുക. എൻ്റെ പേരക്കുട്ടികൾക്കൊന്നും വല്ലാതെ എരിവ് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ വല്ലാതെ അരപ്പുകളൊക്കെ എപ്പോഴും കുറച്ചുണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് കയ്യിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. കയ്യിൽ എണ്ണയോ അല്ലെങ്കിൽ വെള്ളമോ തേച്ചാൽ മതി. പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ ബോളുകളാക്കി വെച്ചിട്ട് പിന്നെ അതിങ്ങനെ അതിൻ്റെ ഉള്ളിൽ മുട്ട വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ ഇതല്ലാതെ ഞാനിങ്ങനെ കയ്യിലൊട്ടി പിടിക്കാതിരിക്കാൻ കുറേശ്ശെ വെള്ളം എണ്ണയൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ ശരിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം അതെല്ലാതും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ കൈ കൊണ്ടൊക്കെ ഒന്നിങ്ങനെ ഷേപ്പാക്കി കൊടുത്താൽ മതി. ഇനി വേണ്ടത് മുട്ടയാണ്. 2 മുട്ടയാണ് എടുക്കുന്നത്. 1 മുട്ട ഇപ്പോൾ എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്നും കൂടി എടുക്കാം. അപ്പം നല്ലോണം ഒന്ന് മുട്ടനെ ഒന്ന് ഉടച്ച് ശരിയാക്കി എടുക്കുക. പിന്നെ അതിൽ മുക്കിയെടുത്ത് പൊരിച്ചു കോരിയാണ് വേണ്ടത്. കുറച്ച് റസ്ക് പൊടിയിൽ നമ്മൾ കട്ട്ലറ്റൊക്കെ ചെയ്യും പോലെ റസ്ക് പൊടിയിലും മുക്കിയിട്ട് പൊരിച്ചു കോരുക. അപ്പോൾ ഞാനിതിലിങ്ങനെ മുക്കിയെടുക്കുക. റസ്ക് പൊടി ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കത് പൊരിച്ച് കോരിയെടുക്കുക. ഇങ്ങനെ മറ്റേ കൈ കൊണ്ട്
കാണിച്ചാൽ മതി. മുട്ടയിലൊപ്പിയ കൈ കൊണ്ടല്ലാതെ മറ്റേ കൈ കൊണ്ട് കാണിച്ചാൽ മതി. അല്ലെങ്കിൽ റസ്ക് പൊടിയിലൊക്കെ മുട്ടണായാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അതിങ്ങനെ ഒട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും. നമ്മൾ കട്ലറ്റൊക്കെ ഉണ്ടാക്കുന്ന അതേ രൂപത്തിൽ തന്നെയാണ്. പക്ഷെ നല്ല ഈ മുട്ട വെച്ച് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ അതിൽ ഇറച്ചിയൊന്നും കൂട്ടിയിട്ടില്ല, ചിക്കനോ ബീഫോ ഒന്നും കൂട്ടിയിട്ടില്ല, മുട്ട വെക്കുന്നുണ്ട്. അപ്പം ഇനി ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. അതെല്ലാതും ഞാനിങ്ങനെ ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ ലോ ഫ്ലെയിം, മീഡിയം ഫ്ലെയിം അങ്ങനെ ഇട്ട് വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. മുട്ട കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇവിടെ എൻ്റെ പേരക്കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ എരിവ് കുറച്ചുണ്ടാക്കി കൊടുത്താൽ കുട്ടികളൊക്കെ നല്ലോണം കഴിച്ചോളും. അപ്പോൾ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.